ഏവർക്കും യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ തന്നെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിച്ചതിൻ്റെ, ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായി നമ്മെ ചേർത്ത് പിടിച്ചതിൻ്റെ ബോധ്യത്തിലേക്ക് കൂടുതൽ ആഴപ്പെടാനുള്ള ഒരു ദിനം കൂടി. യേശുവിൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടമായിട്ടാണ് ലൂക്കാ സുവിശേഷകൻ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെ അവതരിപ്പിക്കുക. കാരണം ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോയുടെ ജ്ഞാനസ്നാനത്തിന് ശേഷമാണ് ഈശോ മരുഭൂമിയിലേക്ക് പോവുകയും 40 ദിവസം അവിടെ പ്രാർത്ഥനയിൽ ആയിരിക്കുകയും പിന്നീട് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയും ചെയ്യുക. ജ്ഞാനസ്നാനത്തിന് മുൻപ് വരെ ഈശോ ഒരു യഹൂദ ബാലനായി തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കീഴിൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നുവെന്നാണ് നമ്മൾ വായിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഈശോയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ട് ഈ ജ്ഞാനസ്നാനത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ മോശ വഴി ദൈവം വാഗ്ദാനം ചെയ്ത് നൽകിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കാദേശ് ബർണിയ എന്ന് പറയുക. ഈ കാദേശ് ബർണിയയുടെ അടുക്കൽ എത്തിക്കഴിയുമ്പോൾ ജോഷുവയും കൂട്ടാളികളും ഇസ്രായേൽ ജനത്തിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ സ്ഥലമൊന്ന് ഉറ്റുനോക്കുവാൻ വേണ്ടി അയക്കുന്നുണ്ട്. അവരെല്ലാവരും പോയി അന്വേഷിച്ച് ആ സ്ഥലത്തെക്കുറിച്ച് പഠിച്ച് തിരിച്ചു വന്ന് 10 പേര് ജോഷയോടും കൂട്ടാളികളോടും പറയുക, ആ പ്രദേശം നമുക്ക് കീഴടക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അവരുടെ നിർണായകമായ ഒരു നിമിഷമായിരുന്നു. ദൈവം വാഗ്ദാനം നൽകിയ ഒരു പ്രദേശമാണ് കാദേശ് ബർണിയ എന്ന് പറയുക. അവിടെ ഈ 10 പേരുടെ ഉപദേശം കേട്ട് അവരൊരു മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നു. നീണ്ട വർഷങ്ങൾ മരുഭൂമിയിലൂടെ അലയേണ്ടി വരുന്നു. നിർണായകമായ നിമിഷത്തിൽ ഉചിതമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുവാൻ സാധിക്കാതെ പോയ പരാജിതരായി പോകുന്ന ഇസ്രായേൽ ജനത്തെ നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ നമ്മുടെയും ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷം ജ്ഞാനസ്നാനത്തിൻ്റെ നിമിഷമാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ദത്തുപുത്രന്മാരായി ദത്തുപുത്രിമാരായി ചേർക്കപ്പെടുന്ന ദിനം, ക്രൈസ്തവ സഭയിലെ അംഗമാക്കപ്പെടുന്ന ദിനം. ഇങ്ങനെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകുക? കുറച്ചും കൂടിയൊക്കെ വളർന്നു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഗ്രഹിക്കുവാനും പ്രായമായി കഴിയുമ്പോൾ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ച് അതിനുശേഷം ഈ കുഞ്ഞിന് ജ്ഞാനസ്നാനം നൽകിയാൽ പോരെ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ പൊതുവെ വരാം. കാരണം ഇത്രത്തോളം ജീവിതത്തിലെ നിർണായകമായ നിമിഷം എന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകുന്നു? സഭയുടെ പൗരാണിക കാലം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളും ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഒരു കൂട്ടമായിട്ട്, ഒരു സമൂഹമായിട്ട്, ഒരു കുടുംബമായിട്ടൊക്കെ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ അതിൽ മുതിർന്നവരുണ്ടാകും, യുവാക്കന്മാരുണ്ടാകും, കുട്ടികളുണ്ടാകും, കുഞ്ഞുങ്ങളുണ്ടാകും. അങ്ങനെ ഒരു കുടുംബം, ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവനുമായി ഒരുമിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ അവിടെ കുഞ്ഞുങ്ങൾക്കും ജ്ഞാനസ്നാനം നൽകിയിരുന്നു. എന്നാൽ അതുമാത്രമല്ല പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുക, കത്തോലിക്ക സഭയുടെ മതപാഠ സംഗ്രഹം അല്ലെങ്കിൽ യുക്കാറ്റിൽ നാം പഠിക്കുന്നുണ്ട്, നാം ദൈവത്തെക്കുറിച്ച് തീരുമാനിക്കുന്നതിന് മുൻപ് ദൈവം നമ്മെക്കുറിച്ച് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാമോദീസ ദൈവകൃപയാണ്, ദൈവം നൽകുന്ന ദാനമാണ്. നാം ദൈവത്തെക്കുറിച്ച് തീരുമാനിക്കുന്നതിന് മുൻപ് ദൈവം നമ്മെക്കുറിച്ച് തീരുമാനിച്ചുവെന്ന് ജെറമ്യ പ്രവാചകനെ ദൈവം വിളിക്കുമ്പോൾ ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞുവെന്ന് ജെറമ്യ പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട്.
അതുപോലെ തന്നെ സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ സ്നാപക യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ മുദ്രണം ചെയ്യപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസമുള്ള ഒരു മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നൽകണമെന്ന് തന്നെയാണ്. ഒരു കുഞ്ഞിന് ഒരു മാതാപിതാക്കൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുക ജ്ഞാനസ്നാനം തന്നെയാണ്, മാമോദീസ തന്നെയാണ്. തങ്ങൾക്ക് ദൈവം നൽകിയ കുഞ്ഞിനെ ദൈവത്തിൻ്റെ മക്കളായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുവാൻ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. മാമോദീസ മുക്കിയ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു കടമ തന്നെയാണ്. ജ്ഞാനസ്നാന സമയത്ത് അവരേറ്റെടുക്കുന്ന ഉത്തരവാദിത്വം അതുതന്നെയാണ്. തങ്ങൾ സ്വീകരിച്ച അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കപ്പെട്ട ഈ കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൽ വളർത്തുമെന്നുള്ളത്. തെറ്റിദ്ധരിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇന്ന് പലരും ജ്ഞാനസ്നാനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിക്കട്ടെ അല്ലെങ്കിൽ വിശ്വാസം തിരഞ്ഞെടുക്കട്ടെ എന്ന മനോഭാവത്തോടുകൂടെ പല കുഞ്ഞുങ്ങൾക്കും ജ്ഞാനസ്നാനം കൊടുക്കാതിരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിക്കുക, ഒരു കുഞ്ഞ് വളർന്നു വലുതായി സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ കുഞ്ഞിനെ സ്നേഹിച്ചാൽ മതി എന്ന് നമ്മളാരും തീരുമാനിക്കുന്നില്ല. കുഞ്ഞ് വളരുമ്പോൾ തന്നെ, ജനനം മുതൽ തന്നെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് മുതൽ തന്നെ ഈ കുഞ്ഞിന് സ്നേഹം ആവശ്യമാണ്. ആ സ്നേഹം നമ്മൾ കുഞ്ഞിന് നൽകുന്നു. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ കൃപകൾ നൽകപ്പെടുന്ന ജ്ഞാനസ്നാനം എന്ന കുദാശ നമ്മൾ നിഷേധിക്കുമ്പോൾ ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ട് അത് മാറുകയാണ്. കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ദൈവത്തിൻ്റെ കൃപകൾ ആവശ്യമാണെന്നിരിക്കെ ആ കുഞ്ഞിന് ജ്ഞാനസ്നാനം നൽകുവാൻ എല്ലാ ക്രൈസ്തവ മാതാപിതാക്കളും ബാധ്യസ്ഥപ്പെട്ടവരാണ്. വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ കുഞ്ഞും ജനിക്കുന്നത് പൊതുവെ സംസാര ശേഷിയുള്ളവരായിട്ടാണ്. പക്ഷേ സംസാരിക്കണമെങ്കിൽ അവർ ഭാഷ പഠിച്ചെടുക്കപ്പെടേണ്ടതുണ്ട്. ഓരോ കുഞ്ഞും തൻ്റെ ജനനത്തിന് ശേഷം അപ്പൻ്റെയും അമ്മയുടെയും ചുറ്റുമുള്ള സഹോദരങ്ങളുടെയും കയ്യിൽ നിന്ന് ഭാഷ പഠിച്ചെടുത്ത് അവർ സംസാരിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ നമ്മളൊരു കുഞ്ഞിന് ജ്ഞാനസ്നാനം നൽകുകയും ആ കുഞ്ഞിന് വിശ്വാസ പരിശീലനം നമ്മൾ നൽകുമ്പോഴാണ് ആ കുഞ്ഞ് വിശ്വാസത്തിൽ വളരുവാനും ദൈവത്തിനോട് കൂടുതൽ അടുക്കുവാനും ഇടയാകുക. ബെനഡിക്റ്റ് 16 പാപ്പ നമ്മളോട് പറയുന്നത് പോലെ നവജാത ശിശുക്കൾ സ്വീകരിച്ച ഈ ദാനം അവർ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പ്രായമായി കഴിയുമ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ അവരാ വിശ്വാസം പ്രഖ്യാപിക്കുമെന്നുള്ളത്. പ്രാരംഭ കുദാശകളുടെ പൂർത്തീകരണമായ സ്ഥൈര്യലേപനത്തിൽ ഓരോ കുഞ്ഞും തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ജ്ഞാനസ്നാനത്തിലെ നമ്മൾ കാണുന്ന 2 പ്രതീകങ്ങളെയും കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. ജ്ഞാനസ്നാന സമയത്ത് നമ്മൾ കുഞ്ഞിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ജ്ഞാനപിതാക്കളുടെ കയ്യിലേക്ക് കത്തിച്ച ഒരു തിരി നൽകും. അതുപോലെ തന്നെ ഒരു വെള്ള ഉടുപ്പും നൽകും. കത്തിച്ച തിരി നൽകിക്കൊണ്ട് നമ്മൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുക എന്നാണ്. ഈ പ്രകാശം ജീവിതത്തിലുടനീളം അണഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്നു. വെള്ളവസ്ത്രം വിശുദ്ധിയുടെ ഒരു പ്രതീകമായി നൽകിക്കൊണ്ട് ഈ വിശുദ്ധി ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ 2 പ്രതീകങ്ങളും വീണ്ടും നമ്മൾ കണ്ടുമുട്ടുക, ഒരാളുടെ ജീവിതത്തിൽ വീണ്ടും നൽകുക നമ്മൾ മരിച്ചു കിടക്കുമ്പോഴാണ്. നമ്മുടെ മൃതസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് കത്തിച്ച തിരിയും അതുപോലെ തന്നെ വെള്ളവസ്ത്രവും നൽകിക്കൊണ്ട് ജ്ഞാനസ്നാനത്തിൽ ചൊല്ലിയ അതേ പ്രാർത്ഥനകളുടെ അർത്ഥത്തോടുകൂടെ തന്നെ വീണ്ടും പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ജ്ഞാനസ്നാനം എന്ന് പറയുക കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ സ്വീകരിച്ചത് മുതൽ മരണത്തിൻ്റെ അവസരം വരെ തുടർന്നു പോകേണ്ട ഒരു പ്രക്രിയയാണ്. ദൈവത്തിൽ നവജീവിതം നമ്മൾ നയിക്കപ്പെടണം. ഓരോ ദിവസവും ക്രിസ്തുവിൽ നവീകരിക്കപ്പെടണം. ക്രിസ്തുവിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ജ്ഞാനസ്നാന തിരുനാൾ നമുക്ക് നൽകുക. മാമോദീസയിൽ നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളായി തീർന്നു, ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി തീർന്നു. നമ്മുടെ ജീവിതം ഇനി ക്രിസ്തുവിന് വേണ്ടിയാണ്.
ക്രിസ്തുവിന് മാത്രമുള്ള ഒരു ജീവിതം. ജ്ഞാനസ്നാനം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്തുവിനാൽ മുദ്രണം ചെയ്യപ്പെട്ട, ക്രിസ്തുവിനാൽ സ്വന്തമാക്കപ്പെട്ട, ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നോ ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. കാരണം ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനവും സമ്മാനവുമാണ് നമ്മുടെ ഈ വിശ്വാസം. ഈ വിശ്വാസം നാം സ്വീകരിച്ചത് ജ്ഞാനസ്നാനത്തിലൂടെയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.